ജനറേഷന്റെ മൊത്തം ശബ്ദം അവസാനം നമ്മുടെ ഡൽഹി കേട്ടിരിക്കുകയാണ് കേട്ടോ. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആയിരുന്നു റോഡിൽ നിന്ന് മഴയും വെയിലും ലാത്തി ചാർജിനെയും ഭക്ഷണമില്ലായ്മ അങ്ങനെ എല്ലാത്തിനെയും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടി? ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം, ദാറ്റ് ഇസ് ഫോർ ജസ്റ്റിസ്. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിൽ പൊളിറ്റിക്കൽ വിക്ടറി മാത്രമായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഇറ്റ്സ് എ റിമൈൻഡർ. ഇത് നമ്മൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ദാറ്റ് കുട്ടികളുടെ വോയിസ് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആൻഡ് വി ആർ വെരി സ്ട്രോങ് അല്ലെ. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നിരിക്കുന്നത്. സോ എനിക്കിതിനെ പറ്റി ഒന്നേ പറയാനുള്ളൂ, നമ്മള് ഒത്തൊരുമയോട് കൂടെ നിന്ന് പോരാടി ആൻഡ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. സോ വെൻ സ്റ്റുഡൻസ് സ്റ്റാൻഡ് ടുഗെദർ ചേഞ്ച് ബിക്കംസ് പോസിബിൾ. ഒരൊറ്റ മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു എൻറ്റയർ നേഷൻ കൈകൊണ്ട് ഏറ്റെടുത്ത് അവസാനം നമുക്ക് വേണ്ട നമ്മൾ നേടിയെടുത്തു. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികളെല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിനകത്തിട്ട് ജീവിക്കാൻ തുടങ്ങും. ഈ പ്രഷർ കുക്കറിനകത്ത് നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണം എന്നൊക്കെ. അത് 10ാം ക്ലാസ് വെറും 15 വയസ്സുള്ള കുട്ടി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായത്. ഇത് 10, 11, 12 കഴിഞ്ഞിട്ട് വീണ്ടും നീറ്റിന്റെ പ്രിപ്പറേഷൻ അത് ഇതെന്ന് പറഞ്ഞ് തലയിട്ട് പുകപ്പിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് മണിക്കൂറോളം ഇരുന്ന് പഠിച്ച് പാസ്സായ എക്സാം പേപ്പർ ആയിരുന്നു ലീക്കായത്. അതിനുവേണ്ടി ലീക്കായതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്താൻ പോയതിന് കുറെ പേര് സൈലന്റ് ആയിട്ടിരുന്നു, തല്ലി ഓടിക്കാൻ ശ്രമിച്ചു. കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയിരിക്കുകയാണ്. സോ ആൻഡ് ഐ എം സോ പ്രൗഡ് ടു ബി കോൾഡ് ആസ് ജെൻസി. അതും കൂടി മെൻഷൻ ചെയ്യണം. ആൻഡ് ഗ്രേറ്റ് ഗൈസ്.